നമസ്കാരം. അമേരിക്കയിൽ ഒരു നൂറ്റാണ്ടുകാലം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ലേഡി അൽ-ഖ്വയ്ദ നേതാവ്. അൽ-ഖ്വയ്ദ നേതാക്കളെക്കുറിച്ച് പലരെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്, ബിൻ ലാദൻ തൊട്ട് ഇങ്ങ് വരെ. പക്ഷേ ഒരു ലേഡി തീവ്രവാദി എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ സാധ്യതകൾ, അത് ഏവരിലും അമ്പരപ്പും അതുപോലെ തന്നെ ആശങ്കയും ഉണർത്തുന്ന ഒരു വിഷയം കൂടിയാണ്. അങ്ങനെ പാകിസ്ഥാനിലെ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് അമേരിക്കയിൽ 86 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു പോരുന്നു, ആഫിയ സിദ്ദിഖി. എന്നാൽ ഇപ്പോൾ അവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള തന്ത്രപരമായൊരു ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ലേഡി അൽ-ഖ്വയ്ദ എന്നറിയപ്പെടുന്ന ആഫിയയെ പാകിസ്ഥാനിൽ എത്രയും വേഗം എത്തിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജിഹാദി ഭീകരതയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ ടെക്സസ് ജയിലിലാണ് പാകിസ്ഥാൻ ന്യൂറോ സയൻറ്റിസ്റ്റ് കൂടിയായിരുന്ന ആഫിയ സിദ്ദിഖി 86 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു പോരുന്നത്. 2010 അഫ്ഗാനിസ്ഥാനിൽ വെച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഇവർ ശ്രമിച്ചു എന്ന കുറ്റത്തിൻ്റെ പേരിലാണ് നിലവിൽ ഇവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്നും എങ്ങനെയും മോചിപ്പിച്ച് ഇവരെ പാകിസ്ഥാനിലെത്തിച്ച് അൽ-ഖ്വയ്ദയെ കൂടുതൽ ബലപ്പെടുത്തി ബിൻ ലാദനേക്കാൾ മികച്ചൊരു തീവ്രവാദിയാക്കി മാറ്റിയെടുക്കുക എന്ന ചിന്തയായിരിക്കും ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ മനസ്സിലുള്ളത്. ആ മനക്കോട്ട കെട്ടിയുള്ള നീക്കങ്ങളാണ് അമേരിക്കയുമായി ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ അത് നടത്തിയെടുക്കാനും സാധിക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം വൈറ്റ് ഹൗസിൽ ഏപ്രിൽ മാസത്തിൽ ഫീൽഡ് മാർഷലായിട്ടുള്ള അസിം മുനീർ, ഉന്നത സൈനിക മേധാവി, ഒരു സന്ദർശനം നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ഈ മാസം 25-ാം തീയതി വീണ്ടും ഒരു സന്ദർശനം നടത്തുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഓരോ മാസവും ഓരോ സന്ദർശനവുമായി അസിം മുനീർ ട്രംപിനെ സോപ്പിട്ടപ്പോൾ അക്കൂട്ടത്തിൽ ആഫിയ സിദ്ദിഖിയെ കൂടി നാട്ടിലേക്ക് എത്തിക്കാമെന്നുള്ള പ്രതീക്ഷകൾ കൂടി ഉണ്ടായിരുന്നു. ട്രംപിനൊരു നൊബേൽ പ്രൈസും പാകിസ്ഥാനൊരു സ്വർണ്ണ പതക്കവും, ഒപ്പം ഇന്ത്യക്ക് ഒരിക്കലും തീരാത്ത നോമ്പും. ഇതുതന്നെയായിരുന്നു അസിം മുനീറിൻ്റെ സ്വപ്നം. പക്ഷേ ഇക്കാര്യം അന്ന് ട്രംപിനോട് അസിം മുനീർ ഉന്നയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആഫിയ സിദ്ദിഖിക്ക് ദയാഹർജി നൽകാനായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏറെ വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു. ഒരു കാരണവശാലും പുറത്തുവിടാൻ കഴിയില്ല. വലിയ വിപത്തുകൾ നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിനാകെ സമ്മാനിക്കുന്ന ഒരു വിഷവിത്താണ് ആഫിയ, ലേഡി അൽ-ഖ്വയ്ദ. നിലവിൽ ലഭിച്ചിരിക്കുന്ന പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യത്തെക്കുറിച്ചുള്ള മാനുഷിക ആശങ്കകളുടെ വാദത്തോടെ ആഫിയ സിദ്ദിഖി ഇപ്പോൾ ഒരു ദയാഹർജി സമർപ്പിച്ചിരുന്നു. അതും അമേരിക്കൻ സർക്കാർ നിരസിക്കുകയാണുണ്ടായത്. ഇസ്ലാമാബാദ് ഹൈക്കോടതിയെ ഇക്കാര്യം അമേരിക്ക രേഖാപൂർവം അറിയിച്ചിട്ടുമുണ്ട്. ഈ വർഷം സെപ്റ്റംബർ മാസത്തിൽ ആഫിയ സിദ്ദിഖിയുടെ കേസ് കേൾക്കാനായി ഇസ്ലാമാബാദ് ഹൈക്കോടതി പുതിയൊരു ബെഞ്ച് രൂപീകരിച്ചു. ജസ്റ്റിസ് ഇനാം അമീർ മിൻഹാസ് ഹർജി കേൾക്കാൻ വിസമ്മതിക്കുകയും ഒരു വലിയ ബെഞ്ച് രൂപീകരിക്കണമെന്ന് പകരമായി ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഹർജി സമർപ്പിച്ചതാകട്ടെ ആഫിയ സിദ്ദിഖിയുടെ സഹോദരിയായ ഫൗസിയ സിദ്ദിഖിയാണ്. പാകിസ്ഥാൻ വംശജയായ നിലവിൽ 52 വയസ്സുള്ള ഒരു തീവ്രവാദിയാണ് ആഫിയ. കറാച്ചിയിലാണ് ജനനം. 1990 വിദ്യാർത്ഥി വിസയിലാണ് അമേരിക്കയിലേക്ക് താമസം മാറിയത്. ശേഷം 2001 MIT നിന്നും ബയോളജിയിൽ ബിരുദവും ബ്രാൻഡീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ന്യൂറോ സയൻസിൽ PhDയും നേടി. ഒരു ഇസ്ലാമിക അധ്യാപകയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരിയുമായിരുന്നു ആഫിയ സിദ്ദിഖിയുടെ മാതാവും. അച്ഛൻ ന്യൂറോ സർജനും. ബോസ്റ്റണിൽ താമസിച്ചിരുന്ന സമയത്ത് ആഫിയ സിദ്ദിഖി അൽ-ഖ്വയ്ദയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അത് കണ്ടെത്തിയ അൽ കിഫ സെൻറ്റർ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സന്നദ്ധ സേവനം നടത്തി പോന്നിരുന്നു. ഒട്ടനവധി ആളുകളുടെ ജീവനെടുത്ത അൽ-ഖ്വയ്ദയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് പറയാനുള്ള, ഈ അടുത്തും അമേരിക്ക അതിൻ്റെ വേദന ഏറ്റെടുത്ത 9/11 ദുരന്തത്തിന് കാരണമായ ആ ഇസ്ലാമിക ഭീകരാക്രമണത്തിന് ശേഷമാണ് ആഫിയ സിദ്ദിഖി ശക്തമായ അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. ജിഹാദിനുള്ള പിന്തുണയും, അമേരിക്കയെ തകർക്കുക, നിരവധി ആളുകളുടെ ജീവൻ അതിനായി ബലി കൊടുക്കുക. സിദ്ദിഖിയെയും അവരുടെ അന്നത്തെ ഭർത്താവ് അംജദ് ഖാനെയും നൈറ്റ് വിഷൻ ഗ്ലാസുകൾ, സ്ഫോടക വസ്തുക്കളെക്കുറിച്ചുള്ള മാനുവലുകൾ, ബോഡി ആർമർ, ദി അനാർക്കിസ്റ്റ് ആഴ്സണൽ ഉൾപ്പെടെയുള്ള 45ഓളം മിലിറ്ററി സ്റ്റൈൽ പുസ്തകങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ പക്കലുണ്ടായിരുന്നുവെന്ന് FBI കണ്ടെത്തി. ശേഷം ചോദ്യം ചെയ്തു. അന്വേഷണത്തിനിടയിൽ ഭർത്താവും ആഫിയയും വിവാഹമോചനം നേടുകയായിരുന്നു. ആഫിയ പിന്നീട് 3 കുട്ടികളുമായി പാകിസ്ഥാനിൽ പോയി. എന്നാൽ 2023 മാർച്ചിൽ ആഫിയയും കുട്ടികളും പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നും കാണാതായി. അൽ-ഖ്വയ്ദ ബന്ധമുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ചോദ്യം ചെയ്യാൻ അവരെ കസ്റ്റഡിയിൽ എടുത്തുവെന്ന് പാകിസ്ഥാൻ പറഞ്ഞെങ്കിൽ പോലും പിന്നീട് അവർ തന്നെ അത് തള്ളിപ്പറഞ്ഞു. ആഫിയ ഒരു അൽ-ഖ്വയ്ദ തീവ്രവാദിയാണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലായി. വനിതാ ടെററിസ്റ്റുകളുടെ പട്ടികയിൽ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റിൽ ഒരാളായി ആഫിയ സിദ്ദിഖി മാറി.
അങ്ങനെ അമേരിക്കൻ FBI 2004 മെയ് മാസത്തിൽ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ആഫിയയെ ഉൾപ്പെടുത്തി. പിന്നീട് ആഫിയ ഖാലിദ് ഷെയ്ഖിൻ്റെ അനന്തരവനായിട്ടുള്ള അമ്മാൽ അൽ ബലൂച്ചിയെ വിവാഹം ചെയ്തു. 2008 അഫ്ഗാൻ അധികൃതർ അവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ചുകൊണ്ട് അവരുടെ കൈവശം നിരവധി രാജ്യവിരുദ്ധ സ്ഥാപിത താല്പര്യങ്ങളുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തന്നെ അമേരിക്കയെ തകർക്കും വിധത്തിലായിരുന്നു. ഇനി എവിടെയൊക്കെയാണ് ആക്രമണം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു നീണ്ട നിരയും പട്ടികയും അവരുടെ കൈവശമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആഫിയ സിദ്ദിഖിയെ പിന്നീട് പിടികൂടുന്നത്. ചോദ്യം ചെയ്തു, കാര്യങ്ങൾ സംസാരിച്ചുവെങ്കിലും ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് ആഫിയ സിദ്ദിഖി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് അവരുടെ ഹാൻഡ് ബാഗ് പരിശോധിച്ചപ്പോൾ രാസായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ജൈവ വസ്തുക്കളും റേഡിയോളജിക്കൽ ഏജന്റുകളും ഉൾപ്പെടുന്ന മറ്റ് ആയുധങ്ങൾ, അതിൻ്റെ നിർമ്മാണം വിവരിക്കുന്ന രേഖകൾ ഇതൊക്കെ കണ്ടെത്തി. ഇതിനിടയിൽ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അമേരിക്കക്കാരെ മുഴുവൻ കൊന്നൊടുക്കുമെന്നാണ് ആഫിയ സിദ്ദിഖി അന്ന് അവരോട് ആക്രോശിച്ചത്. അതിനിടയിൽ ബോധം പോയി അവർ മറിഞ്ഞു വീണു. അവർക്കെതിരെ കൊലപാതക ശ്രമം അടക്കം ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി 2010 സെപ്റ്റംബർ 23 അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ പൗരന്മാരുടെയും US ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരെയും ആക്രമിച്ചതിന് മാൻഹാട്ടൻ ഫെഡറൽ കോടതി 86 വർഷത്തേക്കുള്ള തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു.